ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണ കേസിൽ ഇന്നത്തെ പരിശോധന നിർണായകം. അടയാളപ്പെടുത്തിയ അവസാന പോയിന്റ് 13-ലാണ് മണ്ണ് നീക്കി പരിശോധന നടത്തുന്നത്. കണ്ടെത്തിയ അസ്ഥി ഭാഗങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. SIT ഇതുവരെ നടത്തിയ അന്വേഷണത്തിലെ വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ എന്നാണ് DGPയുടെ വിശദീകരണം. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഇന്നത്തെ തിരച്ചിൽ നിർണായകമാണ്, ഇന്നത്തെ പരിശോധന നിർണായകമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്നത്തെ പരിശോധന ഏറെ നിർണായകമാണ്. അടയാളപ്പെടുത്തിയ പോയിന്റ് അവസാനം 13-ാമത്തെ നമ്പറിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. ഈ സ്നാനഘട്ടയ്ക്ക് സമീപം ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന ഇടത്താണ് ഈ 13-ാമത്തെ നമ്പർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വേഗത്തിൽ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് ശുചീകരണ തൊഴിലാളിക്കും SIT സംഘത്തിനുമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ആരിലും സർപ്രൈസ് സ്പോട്ടിലും മാത്രമാണ് അസ്ഥികൂടങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്. ഇവ വിദഗ്ധമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 6-ാമത്തെ സ്പോട്ടിൽ നിന്ന് പുരുഷന്റെ അസ്ഥികൂടമാണ് കണ്ടെത്തിയത്. സർപ്രൈസ് സ്പോട്ടിൽ നിന്ന് ഇത്തരത്തിൽ നിരവധി അസ്ഥികൂടങ്ങളും തലയോട്ടികളുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇത് ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ 11, 12 എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത്. ഈ പരിശോധന നടത്തിയതിന്റെ വിശദാംശങ്ങൾ ഇതുവരെയും SIT സംഘം പുറത്തുവിട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രാഥമികമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത് എന്നാണ് DGP പ്രണബ് മൊഹന്തി വ്യക്തമാക്കിയത്. ഇന്ന് 13-ാമത്തെ പോയിന്റിലെ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ DGP മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം ഈ 2 ആഴ്ചക്കാലമായി SIT അന്വേഷണം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരുത്താൻ, അതായത് അന്വേഷണത്തിന്റെ ഒരു പുരോഗതിയിൽ വ്യക്തത വരുത്താൻ DGP പ്രണബ് മൊഹന്തി മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 14 മുതലുള്ള സ്പോട്ടുകൾ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. ഈ പറമ്പിൽ ഈ എസ്റ്റേറ്റിൽ കുഴിച്ച് പരിശോധിക്കുന്നതിന് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഈ നടപടികളെല്ലാം ഇന്നത്തെ യോഗത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ ഉണ്ടാകുക. എന്തായാലും ഇന്ന് അടയാളപ്പെടുത്തിയ അവസാന പോയിന്റാണ് 13 ഇന്ന് പരിശോധന നടത്തുക. ഇന്ന് 11:30 തന്നെ ശുചീകരണ തൊഴിലാളിയെ ഇവിടെ എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ തന്നെ 11 മണിയോടുകൂടി തന്നെ തെരച്ചിൽ ആരംഭിക്കുകയും 6 മണിയോടുകൂടി തന്നെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന പതിവ് രീതിയാണ് ഉണ്ടായത്. അത് ഇന്നും ഉണ്ടാകുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ ഈ SIT സംഘത്തിന് നിരവധി പരാതികളും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് മംഗളൂരുവിലും ബേൽത്തങ്ങാടിലും ആരംഭിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് സംവിധാനം വഴിയാണ് നിരവധി ആളുകൾ ഈ പരാതി അറിയിച്ചിട്ടുള്ളത്. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ, കൊലപാതകങ്ങൾ, അസ്വാഭാവിക മരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വിശ്വസനീയമായ സാക്ഷിമൊഴികളും പരാതികളും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ധർമ്മസ്ഥല പോലീസിനും ഇത് സംബന്ധിച്ച് കേസ് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം ഇത്തരത്തിൽ ഈ SIT സംഘത്തിന് കൈമാറും. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം SIT സംഘത്തിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട നടപടികളാണ്. അതായത് നിലവിൽ 20 അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ ഈ കേസിന്റെ വ്യാപ്തിയും ഈ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഈ SIT അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലേക്ക് സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള പരിശോധനയുമായി മുന്നോട്ട് പോവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദീപ്തി. തീർച്ചയായും ജോസഫ്, നമുക്കറിയാം ഈ ഒരു പരിശോധനയിൽ എല്ലാം 100-ലധികം അസ്ഥികൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ കൂടുതൽ നിർണായകമാവുകയാണ് ഈ പരിശോധന എന്ന് പറയുന്നത്. കൂടുതൽ നിർണായകം തന്നെയാണ്. അതുപോലെ തന്നെ ഇതുവരെ SIT ഇതുവരെ നടത്തിയ അന്വേഷണത്തിലെ വിശദാംശങ്ങൾ പുറത്തുവിടാത്തതും എത്രമാത്രം രഹസ്യ സ്വഭാവത്തിലുള്ളതാണ് ഈ അന്വേഷണം എന്നുള്ളതെല്ലാം വ്യക്തമാക്കുന്നതല്ലേ? തീർച്ചയായും ഈ അന്വേഷണത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ രഹസ്യാത്മക സ്വഭാവം ഈ അന്വേഷണ സംഘം കാത്തു പരിപാലിക്കുന്നുണ്ട്. കാരണം ഇത്രയേറെ ഗൗരവപൂർവമായ ഒരു കേസാണ്. മാത്രമല്ല 100-ലധികം സ്ത്രീകൾ, അതിൽ പലരും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിമാരകമായ ബലാത്സംഗത്തിനും പീഡനത്തിനും ഇരയായിട്ടാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി SIT സംഘത്തിന്റെ മുമ്പിലും കോടതിയിലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനകളായിരുന്നു നാളിതുവരെ നടത്തി വന്നിരുന്നത്. മാത്രമല്ല ആരോപണ വിധേയരായിരിക്കുന്ന ആളുകൾ സമൂഹത്തിലെ പ്രബലരും ശക്തരുമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത ആദ്യം
ഘട്ടം മുതൽ തന്നെ സമരസമിതി പ്രവർത്തകർ ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ഒരു വിശദാംശങ്ങളും പുറത്തു വിടണ്ട എന്നുള്ള തീരുമാനമാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു നിർദ്ദേശം ഈ ടീമിലെ എല്ലാ അംഗങ്ങൾക്കും നൽകിയിരിക്കുന്നു. തൊഴിലാളികൾക്കടക്കം ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും മാധ്യമങ്ങളുമായി ഒരു വിവരങ്ങളും പങ്കുവെക്കരുതെന്നുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് ഈ SIT സംഘം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിൽ ഈ കേസ് നടത്തിപ്പിനും കേസ് അന്വേഷണത്തിനും ഉപകാരപ്രദമാകുമെന്നുള്ളൊരു വിശ്വാസമാണ് സമരസമിതി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികളിലെല്ലാം കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകം ഈ അസ്ഥികളുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധനയാണ്. മാത്രവുമല്ല ഈ കുഴികളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന സാരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അത് വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും സാക്ഷികളുടെയും അതുപോലെ തന്നെ പരാതിക്കാരുടെയും മൊഴികളും രേഖപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ആളുകളെ കണ്ടെത്താനും ഇവരുടെ മരണകാരണവും കൊലപാതകവും അത് ആര് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ആദ്യഘട്ടത്തിൽ അതായത് SIT സംഘം ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തി ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരാളുടെ പരാതി മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതായത് 2023 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ മാതാവിന്റെ പരാതി മാത്രമാണ് SIT സംഘത്തിന് മുമ്പുണ്ടായിരുന്നത്. അതിനുശേഷം നിരവധി പരാതികൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ ആരുടെ എന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. അതുകൊണ്ട് കൊലപാതക ആരോപണ കേസിൽ ഇന്നത്തെ പരിശോധന ഏറെ നിർണായകമാണ്. അടയാളപ്പെടുത്തിയ അവസാന പോയിന്റ് 13-ലാണ് മണ്ണ് നീക്കി പരിശോധന നടത്തുന്നത്. കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. SIT ഇതുവരെ നടത്തിയ അന്വേഷണത്തിലെ വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ എന്നാണ് DGPയുടെ വിശദീകരണം. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.